അറൌണ്ട് 10,000 റുപ്പീസ് ആണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഫോൺ യു ക്യാൻ ബൈ റൈറ്റ് നൗ. ആൻഡ് യെസ്, ബജറ്റ് സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫോണുകളെ പോലെ ഇതിനും ചില പോരായ്മകളുണ്ട്. എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, അതായത് ഇതിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയാം. ഫുൾ HD പ്ലസ് 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. ഇതിന്റെ ബെസൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ പ്രൈസ് സെഗ്മെന്റിൽ നിന്ന് മാത്രമല്ല അണ്ടർ 20,000 നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നേരിയ ബെസൽസ് കാണപ്പെടുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഒപ്പം 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. സോ പുറത്തു പോയി കഴിഞ്ഞാലും ഡിസ്പ്ലേ നോക്കാൻ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. ഇതിന്റെ കൂടെ തന്നെ 1920 ഹെർട്സിന്റെ PWM ഡിമ്മിങ് കൂടി ഇതിലുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിന്റെ പ്രൊട്ടക്ഷൻ, പരമാവധി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ആണ്. ആൻഡ് ഇവർ തന്നിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഫിംഗർ പ്രിന്റ് സെൻസർ ഡിസ്പ്ലേയിലല്ല, സൈഡിലാണ്. യൂട്യൂബിൽ 1440p റെസൊല്യൂഷനിൽ വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കും. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് MediaTek Dimensity 6080 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 8GB ഓഫ് LPDDR4X റാം ഇവർ തന്നിട്ടുണ്ട്. ഈ പ്രൈസ് സെഗ്മെന്റിൽ 6GB റാം തന്നെ വളരെ റെയർ ആണ്. ഒപ്പം 128GB ഓഫ് UFS 2.2. ഗെയിമിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ BGMI 40 FPS നമുക്ക് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. ഇതിന്റെ AnTuTu സ്കോർ 4,45,000 അറൗണ്ട് ആയിട്ടാണ് വരുന്നത്. ആൻഡ് CPU ത്രോട്ട്ലിങ് 81% ആണ്. സോ നോർമൽ യൂസിന് നല്ലതാണ്. കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ സുഖമായി ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ക്യാമറ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ബാക്കിൽ വരുന്നത് 108 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ക്യാമറയാണ്. അറ്റ് ദിസ് പ്രൈസ് ഇതിന്റെ മെയിൻ ക്യാമറ നല്ല ഫോട്ടോസ് ആണ് എടുക്കുന്നത്. ലോ ലൈറ്റ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഫോട്ടോസിൽ അത്യാവശ്യം നോയ്സ് നമുക്ക് കാണാൻ സാധിക്കും, വിച്ച് ഇസ് വെരി കോമൺ ഇൻ ദിസ് പ്രൈസ് സെഗ്മെന്റ്. കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ നാച്ചുറൽ കളേഴ്സ് ആണ്. ആൻഡ് ഒക്കേഷണലി അല്പം ഡൾ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കളേഴ്സും കാണാൻ സാധിക്കും. ഇതിന്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ ക്യാമറയാണ് ഇവിടെ വരുന്നത്. ഇതിന്റെ പെർഫോമൻസ് അഗൈൻ ഡീസന്റ് ആണ്. വീഡിയോയിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ക്യാമിലായാലും ബാക്ക് ക്യാമിലായാലും പരമാവധി 1080p 30 FPS വീഡിയോസ് മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കൂ. സോ നോ 2K ഓർ 4K റെക്കോർഡിംഗ്. അത് വേണമെങ്കിൽ നമ്മുടെ ബജറ്റ് കുറച്ചും കൂടെ ഉയർത്തി ഒരു 14,000 15,000 റേഞ്ചിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഒപ്പം ഇവിടെ OS ഇല്ല, പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ അല്പം പിന്നിലാണ്. ബിക്കോസ് ഇതിൽ വരുന്നത് MIUI 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ Android 13. സോ മറ്റുള്ള ഫോണുകൾ Android 16 വരെ പോകുമ്പോൾ ഈ ഫോൺ Android 15 വരെ പോകുള്ളൂ. ബട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സിന്റെ കേസിൽ രണ്ടും ബാലൻസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 4 years ഓഫ് അപ്ഡേറ്റ്സ് ആണ് ഈ ഫോണിന് കമ്പനി തരുന്നത്. സോഫ്റ്റ്വെയറിൽ തന്നെ ആഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പക്ഷേ ബ്ലോട്ട്വെയറുകളുണ്ട് അത്യാവശ്യം. എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. പിന്നെ ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആനിമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ബിക്കോസ് ബജറ്റ് ഫോൺസിന് ആനിമേഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഡിവൈസിനെ സ്ലോ ആക്കും. ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് 5000 mAhന്റെ ബാറ്ററിയാണ് വിത്ത് 33 വാട്ട് ഫാസ്റ്റ് ചാർജ്. സോ ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഫോൺ 0 to 100 ഫുൾ ചാർജ് ആകും. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് മോണോ സ്പീക്കറാണ്, പക്ഷേ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും ഉണ്ട്. 200% വോളിയം ബൂസ്റ്റും ഉണ്ട്. 200% എന്ന് പറയുമ്പോൾ ഇതിന്റെ മാക്സിമം വോളിയത്തിന്റെ ഇരട്ടിയാവില്ല, ബട്ട് അത്യാവശ്യം നല്ല ലൗഡ്നെസ് നമുക്ക് കിട്ടും. ഒപ്പം ഡുവൽ മൈക്ക് വരുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. നമ്മുടെ TV AC ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 5G ബാൻഡ്സ് ആണ് വരുന്നത്. മേജർ ആയിട്ടുള്ള എല്ലാ ബാൻഡ്സും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.3 ഉണ്ട്, Wi-Fi 5 ഉണ്ട്. NFC ഇല്ല, ഈ പ്രൈസ് പോയിന്റിൽ ഉണ്ടാവാറുമില്ല. പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ IP54ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ കുറച്ച് വെള്ളം നനഞ്ഞാലോ പൊടിയടിച്ചാലോ ഒന്നും അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രൈസിൽ ഇത് വളരെ ബാലൻസ്ഡ് ആയൊരു ഫോണാണ്. ഡുവൽ സ്പീക്കേഴ്സ് ആൻഡ് Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയനെ. ബട്ട് നമുക്കറിയാം ബജറ്റ് ഫോൺ ആകുമ്പോൾ കുറവുകൾ ഉണ്ടാകും. അതിൽ ചിലത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചിലത് പറ്റില്ല. പേഴ്സണലി സ്പീക്കിംഗ് 11,000 രൂപയുടെ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്ന കാര്യങ്ങളാണ് ഈ ഫോണിൻ്റെ കുറവുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, മൊബൈൽ ഫോണുകളുടെ പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അറൌണ്ട് 11,000 റുപ്പീസ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള പ്രൈസിന് നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുവാണെങ്കിൽ ദിസ് വിൽ ബി യുവർ ബെസ്റ്റ് ചോയ്സ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഫോൺ ഒഴിവാക്കാവുന്നതാണ്.